വ്ളോഗ്സ് ഓഫ് അമ്മ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു പ്രശസ്തനായ കലാകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം വളരെയധികം പ്രശസ്തമായതാണ്. കലയുടെ തമ്പുരാൻ എന്ന് പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഭയങ്കര സന്തോഷത്തിലുണ്ട്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള പ്രശസ്തനായ കലാകാരനെ നേരിട്ട് കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും അവസരം ലഭിച്ചിരുന്നു. വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അതാരാണെന്നല്ലേ, മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഡാവിഞ്ചി സുരേഷ് ചേട്ടനാണ്. അപ്പോൾ നമുക്ക് പോയാലോ കലയുടെ മായാലോകത്തിലേക്ക്. നമസ്കാരം. എനിക്ക് എൻ്റെ ചാനലിന് ഒരു അവസരം തന്നെ ചേട്ടനോട് അധികം ഞാൻ തിരിച്ച് പുതിയ വ്ളോഗുകളും വർക്കുകളൊക്കെ തിരക്കിയാണെന്നറിയാം. സാറിൻ്റെ ചാനൽ ഞാൻ കാണാറുണ്ട്. ദളപതി വിജയിലൊരു സ്റ്റാച്ചു ഉണ്ടാക്കിയില്ലേ, ഒരു വിജയ് കാണാൻ പറഞ്ഞിരുന്നു. അത്ഭുതത്തോടെ വിജയ് നോക്കുന്ന വീഡിയോ ഒക്കെ അങ്ങനെ ഉണ്ട്, യൂട്യൂബിലൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ വർക്കായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ നാട്ടിൽ വന്നിട്ട് ചേട്ടൻ അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട്. ഉരുളക്കല്ല് ഉപയോഗിച്ചിട്ട് വളരെ ഭംഗിയിൽ ചെയ്തിരുന്നു. ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ സുരേഷ് ചേട്ടൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഡാവിഞ്ചി സുരേഷ് ക്രിയേഷൻസ്. അപ്പോൾ ആ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചേട്ടനായിട്ടുള്ള വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ. വളരെ അത്ഭുത സൃഷ്ടികൾക്കാണ് അതിലുള്ളത്. ചേട്ടൻ്റെ എല്ലാവർക്കും ആ ചാനലുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ആ ചാനൽ ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ വർക്കുകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഉപയോഗിച്ചിട്ട് പൃഥ്വിരാജിനൊക്കെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിറകുകൾ ഉപയോഗിച്ചിട്ടാണ് പുല്ല് വെട്ടി നിർത്തിയിട്ട് കരനെല്ല് കൊണ്ടാണ് ടൊബീനോന്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തുണി കൊണ്ട് നമ്മള് നൗഷാദ് ഖാന്റെ ഒരു ചിത്രം
പ്രളയം നടന്ന സമയത്ത് ഒരു അതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് പൃഥ്വിരാജ് ടൊവിനോ പൃഥ്വിരാജൊക്കെ അത് ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ദുൽഖർ ഷെയർ ചെയ്തിരുന്നു, യൂട്യൂബിൽ ഒന്ന് കമന്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ ടൊവിനോ ഇപ്പോൾ പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ തന്നെ എപ്പോഴും സംസാരിക്കാറുണ്ട്. എന്ത് വർക്കുകൾ, എൻ്റെ വർക്കുകളെല്ലാം പുള്ളി കാണാറുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ടൊവിനോ തോമസ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും ടൊവിനോൻ്റെ പടം ഞാൻ വരച്ചു കൊടുക്കുന്നു. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കും ഒരു ആകാംക്ഷയാണ്. ഡാവിഞ്ചി സുരേഷ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും ഉണ്ടാവില്ല. അത്രയ്ക്ക് പ്രശസ്തമാണ് ചേട്ടൻ്റെ ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം. ഡാവിഞ്ചി എന്ന പേര് എങ്ങനെയാണ് ചേട്ടൻ? ഡാവിഞ്ചി എന്ന പേര് എൻ്റെ ജ്യേഷ്ഠനൊരു പരസ്യ സ്ഥാപനം നടത്തിയിരുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ഡാവിഞ്ചി എന്നുള്ളത്. ജ്യേഷ്ഠൻ ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിയാനാർഡോ ഡാവിഞ്ചിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിയാനാർഡോ ഡാവിഞ്ചിയുടെ ഡാവിഞ്ചി എന്നുള്ള പേരാണ് ഞങ്ങളുടെ ഈ പരസ്യ സ്ഥാപനത്തിൻ്റെ തൂലികാനാമമായിട്ട് നമ്മൾ സ്വീകരിച്ചത്. അങ്ങനെ ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ തന്നെ ഈ പണ്ടൊക്കെ ഈ ഫ്ലെക്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് പണ്ട് ചുമരിലൊക്കെയാണല്ലോ വരച്ചിരുന്നത്. ഫ്ലെക്സ് ബോർഡ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ ചുമരുകളിലും ബോർഡുകളിലും ഹോർഡിങ്സുകളിലൊക്കെ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കും. ഞാൻ ചിത്രം വരയ്ക്കാൻ അങ്ങനെ ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ജ്യേഷ്ഠന്മാരെല്ലാവരും ഡാവിഞ്ചി എന്നുള്ള പേര് മുൻപേ തന്നെ ഉണ്ട്. ഡാവിഞ്ചി ഉണ്ണികൃഷ്ണൻ, ഡാവിഞ്ചി സന്തോഷ്, ഡാവിഞ്ചി സുരേഷ്, അങ്ങനെയാണ് ആ ഡാവിഞ്ചി എന്നുള്ള പേര് വരാനുണ്ടായ സാഹചര്യം. ചേട്ടൻ്റെ കലാജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയ കാര്യങ്ങളുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ പ്രതികരണം അനുസരിച്ചാണ് നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് പ്രോത്സാഹനങ്ങൾ നമ്മളുടെ എന്താ പറയുക പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വർക്കുകൾ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളാണ്. നമുക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്, മനസ്സ് നിറയുന്ന ഒരു അവസ്ഥയാണ്. ചേട്ടന് ആദ്യം കിട്ടിയ സമ്മാനം എന്താണ്? ഞാൻ ചെറുപ്പം മുതൽ ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കും. ഞാൻ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൻസിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു സമ്മാനമായിട്ട് കിട്ടുന്നത്. അതാണ് എനിക്ക് തുടർന്ന് ഈ ക്ലേ മോഡലിങ്ങിനാണ് 1ാം സ്ഥാനം കിട്ടിയിട്ടാണ് ഈ പെൻസിൽ കിട്ടിയത്. ആ ഒരു പെൻസിലാണ് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് വർക്കുകൾ ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാനും കളിമണ്ണിൽ ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള പ്രചോദനം. പിന്നീട് അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും. എനിക്ക് ഒരു 4ഉം 5ഉം 6 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 6 ഫസ്റ്റും 1 സെക്കൻഡും നേടിയ അവസരം ഉണ്ടായിരുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ച് തൻ്റെ എല്ലാ വർക്കുകളും നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് അറിയാം. എന്നാലും ചോദിക്കാം, ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഏതാണ്? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്. കാരണം നമുക്ക് എല്ലാ വർക്കുകളും ഇഷ്ടം തന്നെയാണ്. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴുണ്ടാവും നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ, അത് ഒരു തന്നെയാണ്. അപ്പം അത് ഒട്ടുമിക്ക വർക്കുകളും നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ചൊരു ഏറ്റവും നല്ല വർക്ക് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കൂടുതലും ഈ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെയാണ്. കാരണം സമൂഹത്തിന് വേണ്ടി ഇപ്പം നമ്മളൊരു കലാകാരനായിട്ട് ജനിച്ചെങ്കിലും നമുക്ക് നമ്മളുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമായിട്ടല്ലല്ലോ നമ്മൾ ഒരു കല ഉപയോഗിക്കേണ്ടത്. നാളത്തെ തലമുറയ്ക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വേണ്ടി നമുക്ക് ആ കല ഉപയോഗിക്കാൻ കഴിയണം. അപ്പം അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം നൽകുന്നത്. അന്ന് വിജയുടെ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ട് വിജയ് കാണാൻ നോക്കി വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കുന്ന വീഡിയോയെല്ലാം ഞാൻ കണ്ടു. അപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? സത്യത്തില് വിജയിനെ പോലുള്ള ഒരു നടനൊന്നും അങ്ങനെ പെട്ടെന്ന് നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ല. കാരണം അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ. പക്ഷെ കാവലൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോൾ നമ്മുടെ സിദ്ദീഖ് സാറാണ് അതിന്റെ സംവിധായകൻ കാവലന്റെ. അപ്പൊ അത് കേരളത്തിൽ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒറ്റപ്പാലത്ത് വരിക്കാശ്ശേരി മനയിലായിരുന്നു ആ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ വന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ആളാണ് ഈ സിദ്ദീഖ് സാറ്. അപ്പൊ അദ്ദേഹത്തായിട്ട് നേരത്തെ ഗൾഫ് ഷോക്കൊക്കെ പോയപ്പോൾ പുള്ളിയാണ് ഡയറക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കലാസംവിധാനമൊക്കെ ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ എനിക്ക് പരിചയമുണ്ട്. പുള്ളിനോട് പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ വിജയുടെ പ്രതിമയൊക്കെ ആയിട്ട് വരിക്കാശ്ശേരി മനയിൽ ചെന്നു അദ്ദേഹത്തിന് അത് നേരിട്ട് കാണിച്ച് പുള്ളിക്ക് അധികം വളരെ സന്തോഷമായി. അതിൻ്റെ അകത്ത്
കണ്ണെങ്ങനെ വർക്ക് ചെയ്യുന്നു, വായ എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ പുള്ളി ചോദിക്കുന്ന സീൻ അതിന്റെ ആ വീഡിയോ തന്നെ കാണാം. അപ്പൊ അങ്ങനെ വലിയ ഇഷ്ടമായി പുള്ളിയാണ് അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അത് ഡാൻസ് ചെയ്യുന്ന പ്രതിമയായിരുന്നു. റബ്ബറിലാണ് ആ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ണും ചുണ്ടൊക്കെ ചലിക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രതിമ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ആ പ്രതിമ ഡാൻസ് ചെയ്യുന്ന പുള്ളി നോക്കിയിരുന്നു. അങ്ങനെ കുറച്ച് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് ആ ഒരു നമ്മളുടെ ഒരു പ്രതിമ തമിഴിലൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉദ്ഘാടനം ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വര പഠിച്ചിരുന്ന സമയത്തൊക്കെ വളരെ ചെറിയ എന്താ പറയുക, ഒരു ക്യാമന്റെ ചെറിയൊരു ബോക്സിന്റെ ഉള്ളിൽ 5-6 വട്ടുകളൊക്കെ ഉള്ള കളറുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പടം വരച്ച് തുടങ്ങിയത്. അത് ആ കളറുകൾ തന്നെ ഒരുപാട് കൂട്ടിയെടുത്തിട്ടൊക്കെയാണ് വേറെ പല കളറുകളൊക്കെ നമ്മൾ ആക്കുക. ഇപ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തലമുറ വന്നപ്പോൾ ഒരുപാട് മീഡിയങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ഒരുപാട് മീഡിയങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ക്രയോൺസ് ഉണ്ട്, കളർ പെൻസിൽ ഉണ്ട്, വാട്ടർ കളർ ഉണ്ട്, അങ്ങനെ നിരവധി സോഫ്റ്റ് പേസ്റ്റൽ, ഓയിൽ പേസ്റ്റൽ, അങ്ങനെ ഒരുപാട് മീഡിയങ്ങൾ, അതുപോലെ ഒട്ടേറെ കളറുകൾ, 120 ഷെയ്ഡുകളൊക്കെ വരെ നമുക്ക് കിട്ടും. അത്രയും സൗകര്യങ്ങളുള്ള ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ, ഇപ്പൊ മോനും വരയ്ക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അപ്പൊ വരയ്ക്കുന്ന ഏതൊരു കുട്ടിക്കും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് അവരുടെ വർക്കുകളൊക്കെ ലോകം മുഴുവൻ കാണിക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. നവമാധ്യമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അങ്ങനെ ടിക്ടോക്ക്, അങ്ങനെ പലതരം മീഡിയങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരം സൗകര്യങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കഴിവുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവണം. നാളെ നമുക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കയ്യൊപ്പ് ചാർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന തെളിവായിട്ട് നമ്മളുടെ ഒരു കയ്യൊപ്പായിട്ട് നല്ലൊരു ക്രിയേഷൻ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതിന് ഇപ്പോഴത്തെ യുവ തലമുറകൾക്കെല്ലാം ഒട്ടേറെ കഴിവുകളുള്ളവരാണ്. അതൊക്കെ ഒന്ന് വികസിപ്പിച്ചെടുത്താൽ, പരിശ്രമിച്ചാൽ നാളെ നല്ലൊരു കലാകേരളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോ എന്റെ കണ്ണിനെ ആകർഷിച്ച ചിത്രമാണിത്. ഇതിനെന്തൊരു പ്രത്യേകത? ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നാണ് ഇതിന് പറയാം. നമ്മളെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചിത്രം. ഇത് ശരിക്കും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വസ്ത്രം അല്ലേ. അതിൽ കുറെ ചിത്രങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഒരു ക്യാമറയിൽ വരുമ്പോൾ നമുക്കത് ഒരു അകത്തേക്ക് പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കണ്ണിനെ നമ്മളെ ഫീൽ ചെയ്യും. അതിനാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന വർക്കുകളിൽ പെട്ട കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അതിൽ പെട്ട ഒരു വർക്കാണത്. സാധാരണ നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു പടം വരയ്ക്കണമെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഉപകരണം വേണം അല്ലെ. അതായത് ബ്രഷ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെൻസിൽ വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മുടെ ഈ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം. അങ്ങനെയുള്ളൊരു ഫിംഗർ പെയിന്റിംഗ് ആണ്. നമ്മുടെ വിരലുകൾ മാത്രം അക്രിലിക് കളറുകളിൽ മുക്കിയിട്ട് അങ്ങനെ വിരല് മാത്രം ഉപയോഗിച്ച് വരച്ചിട്ടുള്ളൊരു ചിത്രമാണ്. താങ്ക് യു. ഇതിന് 3D ചിത്രം എന്നാണ് പറയാ. നമ്മളിത് ഇതിന്റെ യഥാർത്ഥ പൊസിഷനിൽ നിന്നാല് നമുക്ക് ഇതിനെ കാണുന്നത് നമുക്കൊരു വൾഗറായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും കാണാം. അങ്ങനല്ലേ ഇപ്പൊ നീ കാണുന്നത്? അങ്ങനല്ലേ. പക്ഷെ അതൊരു ക്യാമറ പോയിന്റിൽ വരുമ്പോ, ഒരു വ്യൂ പോയിന്റിൽ വരുമ്പോ അതൊരു 3D പിക്ചറായിട്ട് ഫീൽ ചെയ്യും. ആ ചിത്രങ്ങൾക്ക് പ്രത്യേകമായിട്ട് അങ്ങനത്തെ ഒരു മേഖലകൾ കൂടിയുണ്ട്. നമുക്ക് വിദേശ രാജ്യങ്ങളിലാണ് ഈ 3D പിക്ചറുകളൊക്കെ കൂടുതൽ പ്രചാരമായിട്ടുള്ളത്. കാരണം അവിടെ ഈ തറയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതും തറയിൽ അഗാധ ഗർത്തങ്ങളുള്ളതും അതുപോലെ തന്നെ വായുവിൽ നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ളതും പിന്നെ ചുമരിൽ നിന്ന് പുറത്തേക്ക് ചാടി നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ നെറ്റിലൂടെ കാണാറില്ല. ഒരുപാട് ചിത്രങ്ങളുണ്ട് അങ്ങനത്തെ ഒപ്റ്റിക്കൽ ഇല്യൂഷന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ 3D
ചിത്രങ്ങൾ അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നു. ഞാൻ കുറച്ച് വർക്കുകളൊക്കെ 10-30 വർക്കുകളോളം ഞാൻ ഈ 3D ചിത്രം ചെയ്തിട്ടുണ്ട്. ചേട്ടൻ എവിടെ നിന്നിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്? നമ്മളെ ഒരു ഗോഡൗൺ പോലെയാണ് ഇത്, വർക്ക്ഷോപ്പാണ് ഇത്. എന്ത് പറ്റിയിട്ടില്ല? ഇത് ഇരുമ്പിൻ്റെ ഒരു ഫ്രെയിം ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ പോളിഫോം ഉണ്ട്, പർക്ലോത്ത് ഉണ്ട്, പിന്നെ കുറേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ മൂവിങ് ശില്പങ്ങളാണ് എന്താ കരിക്കുന്ന ശില്പങ്ങൾ. മോട്ടർ വെച്ചിട്ട് നമ്മൾ ശില്പങ്ങളെ കരിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് എൻ്റെ ജോലി. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ കടകളുടെ ഉദ്ഘാടനത്തിനൊക്കെ നമ്മൾ ഈ വർക്കുകൾ കൊണ്ടുപോയി വെക്കും. അത് വിദേശത്തും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള വർക്കുകളാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൊറോണക്കാലമായിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായിട്ട് പണികളൊന്നുമില്ല, പണിക്കാരും ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു കലാകാരന്മാർ ആൾ കൂടുന്ന പണികളാണ് ഇതൊക്കെ. ഒരുപാട് ആളുകൾ കൂടുന്ന പണിയല്ല, നമ്മൾ പുറത്തുകൊണ്ട് നോക്കുമ്പോൾ ആൾ കൂടില്ല. അപ്പോൾ ആൾ കൂടാൻ പാടില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഷെഡിൽ തന്നെ ഇരിക്കുന്നു. ആമസോണിലൊക്കെ കണ്ടുവരുന്ന അനാക്കോണ്ട എന്ന വലിയ ഭീകരനായിട്ടുള്ള പാമ്പില്ലേ, ആ പാമ്പാണിത്. ഇത് ആമസോണിൽ മാത്രമല്ല, നമ്മുടെ ഡാവിഞ്ചി സുരേഷ് ചേട്ടൻ്റെ വീട്ടിൽ വന്നാലും അവിടെയുമുണ്ട്. ഇതും അദ്ദേഹം ഉണ്ടാക്കിയതാണ് കേട്ടോ. പേടിക്കേണ്ട, ഈ പാമ്പിന് ജീവനില്ല. ഇതും ഈ കലാകാരൻ്റെ സൃഷ്ടിയാണ്. കണ്ടാൽ ജീവനുണ്ടെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
മെഴുകുതിരി കത്തിച്ച് അതിൽ നിന്നുള്ള പുക ഉപയോഗിച്ച് വരച്ചതാണ് ഈ ചിത്രം. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഉയർച്ചകളിലെത്താനും ഒരുപാട് നല്ല നല്ല വർക്കുകൾ ലഭിക്കാനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ചേട്ടനെ പോലുള്ള ഒരാളുടെ ഇത്രയും വിലപ്പെട്ട സമയം എനിക്ക് എൻ്റെ ചാനലിന് വേണ്ടി തന്നതിന് ആദ്യം തന്നെ നന്ദി പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ്.